Hi, so this is Super 30. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ കിടുക്കാച്ചി ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻസിൻ്റെ ക്വസ്റ്റൻ ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് പ്ലേറ്റ്സ് ഓഫ് ഏരിയ എ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഡി ബിറ്റ്വീൻ ദം. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, അതിൻ്റെ പ്ലേറ്റുകൾ ഇതാ, ആ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണ്, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഡി ആണ്. ശരി, ബാക്കി വായിക്കാം. It is filled with a dielectric which has dielectric constant that varies as k of x equal to k into 1 plus alpha x, where x is the distance measured from one of the plates. ഇവിടെ പറയുന്നത് ഇവർക്കിടയിലൊരു ഡൈലക്ട്രിക് മീഡിയം ഉണ്ട്. ഓക്കെ, ഇനി ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ഓഫ് എക്സ് ഈക്വൾ ടു നമുക്ക് തന്നിട്ടുണ്ട് കെ ഇൻറ്റു 1 പ്ലസ് ആൽഫ എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലേറ്റിൽ നിന്നും ഉള്ള ദൂരമാണ്. അപ്പോൾ പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരും തോറും കെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ? വേരിയിങ് ആണ്, വേരീസും തന്നിട്ടുണ്ട്. ക്ലിയർ? ബാക്കി വായിക്കാം. ഇനി പറയുന്നത് ഇഫ് ആൽഫ ഡി വെരി വെരി ലെസ് ദാൻ 1, ആൽഫ ഡി, ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആൽഫ ഞാൻ കാണുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഡി കാണുന്നുണ്ട്, അത്ര തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇതെന്തൊരു കണ്ടീഷനാണ് നോക്കാം. ആൽഫ ഡി വെരി വെരി ലെസ് ദാൻ 1, ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ സിസ്റ്റം ഈസ് ബെസ്റ്റ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ്, ഇതിലേതാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്കറിയാം സാർ, കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കപ്പാസിറ്റൻസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി അല്ലേ? ഇതാണ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ശരിയല്ലേ? യെസ് യെസ്. ഇനിയിപ്പോൾ ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൈലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് സാർ? എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു കെ അല്ലേ? ഡൈലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. സാർ അപ്പോൾ ഇവിടെ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് പറ്റില്ല. കാരണം എന്താ, ഇതെപ്പോഴും ഉപയോഗിക്കാൻ പറ്റുക കെ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ. ഇവിടെ കെ കോൺസ്റ്റൻ്റ് ഇല്ലാന്ന് ഇവിടെ പച്ച ഇംഗ്ലീഷിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, കെ വാരിയിങ് ആണെന്ന്. സാർ അപ്പോൾ എന്താണ് സാർ ചെയ്യുക? മക്കൾസ് മനസ്സിലാക്കുക, എവിടെയെങ്കിലും ഒരു കാര്യം വാരിയിങ് ആണെങ്കിൽ അവിടെ നമുക്കത് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ്റെ ഹെൽപ്പ് തേടേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഇൻ്റഗ്രേഷൻ്റെ ഹെൽപ്പ് തേടണം. അതെങ്ങനെയാണ് സാർ? ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ഈ പ്ലേറ്റിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഡൈലക്ട്രിക് കൺസിഡർ ചെയ്യണം. എക്സ് ഡിസ്റ്റൻസ് അകലെ ചെറിയ തിക്നെസ് ഉള്ള, വളരെ ചെറിയ തിക്നെസ്, എക്സ് ഡിസ്റ്റൻസ് ആകലെ നമ്മളൊരു ഡി എക്സ് തിക്നെസ് ഉള്ളൊരു ഡൈലക്ട്രിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്തു. ക്ലിയർ? അപ്പോൾ ഈ ഡി എക്സ് ഭാഗത്ത് വളരെ ചെറിയ തിക്നെസ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഈ എക്സ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഭാഗത്തുള്ള ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ലേ നമുക്ക് കിട്ടുക? ഈ ഭാഗത്ത് ഇതിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കില്ലേ? യെസ് സാർ. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ഇതുമൂലമുള്ള കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ് സാർ. ഈ ഫോർമുല ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ഇത് ചെറിയ കപ്പാസിറ്റൻസ് ആയിരിക്കില്ലേ? ചെറിയ ഡൈലക്ട്രിക് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ കപ്പാസിറ്റൻസിനെ ഡി സി എന്ന് എഴുതി കൂടെ? ആ ചെറിയ കപ്പാസിറ്റൻസ് എപ്സിലോൺ 0 ഉണ്ട്, എ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ തിക്നെസ് എത്രയാണ്? ഡി എക്സ് അല്ലേ? ഇൻറ്റു ഈ ഭാഗത്ത് കെയുടെ വാല്യൂ എന്താ സാർ? കെ ഇൻറ്റു 1 പ്ലസ് ആൽഫ എക്സ്. അങ്ങനെ എഴുതി കൂടെ? യെസ് സാർ. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക സാർ? ഇവിടെ എക്സ് ഈക്വൾ ടു 0 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കിട്ടും. അതുപയോഗിച്ച് ഇവിടുത്തെ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. പ്ലസ് അടുത്ത എക്സ് ഉപയോഗിച്ച് ഇവിടുത്തെ കപ്പാസിറ്റൻസ്, പ്ലസ് അടുത്ത് ഉപയോഗിച്ച് ഇവിടെ, അങ്ങനെ അവസാനം എക്സ് ഈക്വൾ ടു ഡി എന്ന് ഇട്ട് കൊടുക്കുമ്പോഴോ ഇവിടുത്തെ കപ്പാസിറ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ സാർ? യെസ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു കപ്പാസിറ്റൻസുകൾ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ എക്സിന് വാല്യൂസ് ഇട്ട് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എല്ലാ കപ്പാസിറ്ററുകളും എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ സി ടോട്ടലിൻ്റെ ഫോർമുല എന്താ? 1/c ടോട്ടലിനാണ് ഫോർമുല. 1/c ടോട്ടൽ ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 പ്ലസ് എക്സെട്ര എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് സീരീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണടാ? 1/c ടോട്ടലിനുള്ള ഫോർമുല എന്ന് പറഞ്ഞിട്ട് എഴുതണം. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ സീരീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/dc ഇൻ്റഗ്രേറ്റ് ചെയ്യണം.
ക്ലിയർ? അതായത് 1 ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഡി എക്സ് മുകളിൽ പോയി താഴെ എന്തുള്ളത് സാർ എപ്സിലോൺ 0 ഉണ്ട്, എ ഉണ്ട്, കെ ഉണ്ട്, ദെൻ 1 പ്ലസ് ആൽഫ എക്സ് ഉണ്ട്. ശരിയല്ലേ? ഓക്കെ. ഇനി സാർ ഇനി ലിമിറ്റ് ഉണ്ടോ? ലിമിറ്റ് ഉണ്ട്. എങ്ങനെയാണ് സാർ? ഇവിടെ വേരിയബിൾ ആരെ എക്സ് ആണ് അല്ലേ? അപ്പോൾ ആദ്യം എക്സ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റൻസ് കിട്ടി. ദെൻ അങ്ങനെ ഇട്ടിട്ട് അവസാനം എക്സ് ഈക്വൽ ടു ഡി എന്നിട്ട് കൊടുക്കുമ്പോൾ അവസാനത്തെയും കിട്ടി. അപ്പോൾ 0 മുതൽ ഡി വരെയുള്ള എല്ലാവരുടെയും കപ്പാസിറ്റൻസ് ആഡ് ചെയ്യണം. അതുകൊണ്ട് ലിമിറ്റ് 0 തൊട്ട് ഡി വരെ ഇട്ട് കൊടുത്തു. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് എപ്സിലോൺ 0 എ കെ കോൺസ്റ്റൻ്റ് അല്ലേ? 1 എപ്സിലോൺ 0 എ കെ കോൺസ്റ്റൻ്റ് ആണ്. അകത്താരുള്ളത് ഒന്നുകൂടെ എഴുതാം. 0 മുതൽ ഡി വരെ ഡി എക്സ് ബൈ 1 പ്ലസ് ആൽഫ എക്സ്. സാർ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 എപ്സിലോൺ 0 ഉണ്ട്, എ ഉണ്ട്, കെ ഉണ്ട്. വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ln ഓഫ് 1 പ്ലസ് ആൽഫ എക്സ് എന്ന് എഴുതി. ക്ലിയർ? ലിമിറ്റ് അവിടെ ഇട്ട് ശരി കഴിഞ്ഞിട്ടില്ല. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആൽഫ അല്ലേ? ഇൻ്റഗ്രേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡും ചെയ്തു. ഇനി ലിമിറ്റ് എങ്ങനെയാണ്? 0 മുതൽ ഡി വരെ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദിസ് ഈസ് 1 എപ്സിലോൺ 0 ഉണ്ട്, എ ഉണ്ട്, കെ ഉണ്ട്, ആൽഫ ഉണ്ട്. ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ആദ്യം ln 1 പ്ലസ് ആൽഫ എക്സിൻ്റെ പ്ലേസിൽ ഡി എന്ന് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് എക്സിൻ്റെ പ്ലേസിൽ 0 എന്ന് ഇട്ട് കൊടുക്കണം. ലോവർ ലിമിറ്റ് 0. ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആവില്ലേ? യെസ്. പിന്നെ ലോഗ് 1 അല്ലേ ഉണ്ടാവുക? യെസ്. ലോഗ് 1ൻ്റെ വാല്യൂ എത്രയാടാ? 0. അപ്പോൾ അതായത് അടുത്ത ടൈം ഇല്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആൻസർ. സാറേ ഇത് ഓപ്ഷനിലുണ്ടോ? നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ ലോഗ് എന്നുള്ളൊരു സാധനം പോലും ഓപ്ഷനിലില്ല. അതെന്താണ് സാർ ഇല്ലാത്തത്? കാരണം ഇതൊരു അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ. ചിലപ്പോൾ ഫംഗ്ഷനൊക്കെ എളുപ്പമായിട്ടുള്ളത് തരും, ഇൻ്റഗ്രേഷൻ എളുപ്പമായിട്ടുള്ളത് അല്ലെങ്കിൽ ഓക്കെ. ഇത് അഡ്വാൻസിൻ്റെ ആയതുകൊണ്ട് ഇനി ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് സാർ? ഇതിൽ ലോഗ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോഗിന് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ln ഓഫ് 1 പ്ലസ് എക്സ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ അറിയാമോ? ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വയ്ക്കുക. എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ആണ്. പ്ലസ് ഇങ്ങനെ പോകും. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഇത് നമുക്ക് ഇവിടേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തൊക്കെയുള്ളത്? 1 എപ്സിലോൺ 0 എ കെ ആൽഫ എഴുതി. ഇതിന് പകരം എന്ത് എഴുതാടാ? നമുക്ക് എക്സ് ആണെങ്കിൽ നമുക്ക് ലോഗ് 1 പ്ലസ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താ? ആൽഫ ഡി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എക്സിന് പകരം നമ്മൾ ആദ്യം ആൽഫ ഡി എന്ന് എഴുതി. ശരിയല്ലേ? എക്സിന് പകരം നമ്മൾ ആദ്യം ആൽഫ ഡി എന്ന് എഴുതി. ദെൻ മൈനസ് ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ എന്ന് എഴുതി ബൈ 2 എന്ന് എഴുതി. ക്ലിയർ? ഇനിയിപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഈ പവർ ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ? ആൽഫ ഡിയുടെ വാല്യൂ 1നേക്കാളും വളരെ ചെറുതാണ്. അപ്പോൾ ഇനി ആൽഫ ക്യൂബ് ഡി ക്യൂബ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? വളരെ ചെറിയ സംഖ്യയായിട്ട് മാറും. അതുകൊണ്ട് ഈ ഹയർ പവർ ഞാൻ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഈ ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ക്ലിയർ? യെസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ കിട്ടിയല്ലേ? ശരി. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ 1/c ടോട്ടലാണ് ഈ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ നമ്മുടെ സി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? സി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ മറച്ചിടണ്ടേ? സി ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിനെ മറച്ചിടുമ്പോൾ എപ്സിലോൺ 0 എ കെ ആൽഫ. പിന്നെ താഴെ എന്തുള്ളത്? താഴെ നോക്ക്, ഇതെഴുതണം അല്ലേ? ഇതല്ല താഴെയുള്ളത്. യെസ്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. എങ്ങനെ? ഇതിന് മുകളിലേക്ക് എഴുതി. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഇൻറ്റു ഞാൻ ഇങ്ങനെ എഴുതട്ടെ. ആൽഫ ഡീനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കട്ടെ. അപ്പോൾ ആൽഫ താഴെ തന്നെ എഴുതാം. ഇവിടെ എഴുതാം. ആൽഫ ഡീനെ പുറത്തെടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അകത്തെന്തുള്ളത്? 1 മൈനസ് ആൽഫ ഡി ബൈ 2 എന്ന് കിട്ടിയാൽ ഇങ്ങനെയല്ലേ കിട്ടുക? ഇങ്ങനെ കിട്ടില്ലേ? യെസ്. ശരിയല്ല? ആൽഫ ഡീനെ പുറത്തെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടും. ശരി. അപ്പോൾ ഇതിൽ ആൽഫയൊക്കെ ക്യാൻസലായി പോയി. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സി ടോട്ടൽ കിട്ടിയത്. നമുക്ക് ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴെങ്കിലും നോക്കിയാലോ? ഇല്ല. ഇവിടെ എ വന്നിട്ടുണ്ട്, എപ്സിലോൺ 0 കെ വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു സാധനം മാച്ച് ചെയ്യാത്ത നിൽക്കുന്നുണ്ട് അല്ലേ?
അപ്പോൾ നമ്മൾ ഇതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഞാൻ ഇനി ഇങ്ങനെ എഴുതുകയാണ്, എപ്സിലോൺ 0 പിന്നെ എ ഉണ്ട്, കെ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡി ഉണ്ട്. ഈ സാധനത്തിന് ഞാൻ മുകളിലേക്ക് എഴുതുകയാണ്. അപ്പോൾ 1 മൈനസ് ആൽഫ ഡി ബൈ 2, ഇവിടെ പവർ 1 അല്ലേ, മുകളിലേക്ക് എഴുതുമ്പോൾ പവർ -1 ആയി. ഓക്കെ, അപ്പോൾ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയിട്ടോ. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുക്കുക നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയണം. 1 മൈനസ് എക്സ് റേസ് ടു എൻ്റെ എക്സ്പാൻഷൻ എന്താ, 1 മൈനസ് എൻ എക്സ് ആണ് എക്സ്പാൻഷൻ അല്ലേ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ കെ ബൈ ഡി ഇൻറ്റു, നമുക്ക് ഇവിടെ 1 മൈനസ്, നമുക്ക് ഇവിടെ എൻ ആണെങ്കിൽ എൻ എക്സിൻ്റെ മുന്നിൽ എഴുതണം. ഇവിടെ -1 ആണ്, അപ്പോൾ -1 ഇതിന് മുന്നിൽ എഴുതുമ്പോൾ പ്ലസ് ആയി അല്ലേ. പിന്നെ എക്സിൻ്റെ പ്ലേസിൽ എന്തുള്ളത്, ഇവിടെ എക്സ് ഉള്ളതിന് പകരം ഇവിടെ ആൽഫ ഡി ബൈ 2. സാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇത് പഠിക്കും, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തും അല്ലേ. ശ്രദ്ധിക്കാം, എപ്സിലോൺ 0 ഉണ്ട്, കെ ഉണ്ട്, എ ഉണ്ട്, ബൈ ഡി ഉണ്ട്. അല്ലെങ്കിൽ കാണാൻ പറ്റുണ്ടത്, യെസ്. 1 പ്ലസ് ആൽഫ ഡി ബൈ 2 ഓപ്ഷൻ മാച്ചിങ് ആയിട്ട് കാണാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്, യെസ്. ഓക്കെ, ഓപ്ഷനുകൾ മാച്ചിങ് ആയിട്ട് കണ്ടോ, ഇത് ശരിയാണ് കേട്ടോ. ഈ ഓപ്ഷൻ യെസ് ഫസ്റ്റ് ഓപ്ഷനിലുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ.